ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പേപ്പർ എടുത്താൽ രണ്ടു വശം കേൾക്കണമെന്നാണല്ലോ പറയുന്നത്. നമ്മളത് ചെയ്തില്ല എന്ന് കല്യാണി പറയുന്നുണ്ട്. കല്യാണി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ എല്ലാ റിയാക്ഷൻ ചാനലുകളെല്ലാം ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ കല്യാണിയുടെ മുഖത്ത് ഒരു പാടുണ്ടാകുന്നു. കല്യാണി ഒരു ക്ലിനിക്കിൽ പോകുന്നു, ട്രിവാൻഡ്രത്തുള്ള ഒരു ക്ലിനിക്ക്. ആ ക്ലിനിക്കുകാരാണ് മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ, അവരെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കയറി ഇറങ്ങുന്ന ഒരു ക്ലിനിക്കാണ്. പക്ഷെ അത്രയധികം പരാതി ഇപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട്. ഇന്ന് കല്യാണി ഇട്ട വീഡിയോയ്ക്കും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ അമ്മയുടെ എന്തോ ഇതിന് കണ്ണിനൊക്കെ ആയിട്ട് പോയിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാം. അപ്പൊ അത്രയും പരാതിയുണ്ട്. ഇൻസ്റ്റേ വന്ന് കല്യാണിയോടും ആൾക്കാർ പറയുന്നുണ്ടെന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവര് ആറക്ക സംഖ്യ ലക്ഷങ്ങളുടെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്. പക്ഷെ മുഖമല്ല ആകെ മുറിവായിട്ട് ചുവന്നു കൊടുത്ത് ചോര വരുന്നവരെയായിട്ട്. അപ്പൊ അത് അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവരൊരു ഓയിൽമെന്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. ആ ഓയിൽമെന്റ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ്. ഇവിടെ കൊണ്ട് ലക്ഷങ്ങളാണ് കൊടുക്കുന്ന കല്യാണി പറയുമ്പോൾ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കല്യാണി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചാനൽ ഇട്ടു. അപ്പൊ അതിന്റെ അകത്ത് കല്യാണി ആദ്യമേ പറഞ്ഞത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ലോങ് വീഡിയോ വരാൻ പക്ഷെ താമസിച്ചു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ ആ പറഞ്ഞു വിട്ടതിനെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നു. അത് ശരിയായില്ല എന്നാണ് കല്യാണി പറയുന്നത്. കാരണം മുഴുവൻ കാര്യം അറിയാതെയാണല്ലോ സംസാരിക്കുന്നത്, എന്നോട് ആരും ഇൻസ്റ്റ ചോദിച്ചു പോലും ഇല്ല എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അതിന്റെ വിശദീകരണം കല്യാണി തരുന്നുണ്ട്. കുറെ കേട്ടിട്ട് ഇപ്പൊ കേട്ടപ്പം കല്യാണിയുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നമുക്ക് അറിയില്ല, ഇവരൊക്കെ പറയുന്നേ കേൾക്കത്തുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് കല്യാണി അവർക്കെതിരെ ഒരു പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഇട്ടോടുകൂടി അവര് പബ്ലിക്കായിട്ട് തിരിച്ചു വന്നു. അവരൊരു വോയിസ് ഇട്ടു. ഇവരവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബഹളം വെച്ചു. പിന്നെ സ്റ്റിറോയിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കല്യാണിയുടെ മുഖത്ത് ആ പാടുണ്ടായത് എന്ന് ആ ക്ലിനിക്കിലെ അവർ വ്യക്തമാക്കി പറയുന്നുണ്ട്. രണ്ടാമത് അവിടെ കൊളാബ് ചോദിച്ചു, അതെല്ലാം പറയാം. അപ്പൊ അതിനെല്ലാം മറുപടിയായിട്ട് കല്യാണി വന്നിട്ടുണ്ട്. 25 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് മൊത്തം നമുക്കെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന്റെ ആദ്യത്തെ 1-2 പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം കാണിക്കാം. ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അത് അങ്ങനല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ മേടിച്ചിട്ട് ഞാൻ മുംബൈയിലാണ് റിലയൻസിന്റെ പ്രോപ്പർട്ടി ബില്ല് വിൽക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം ചെയ്തു പോകുന്നത്. അല്ല പലതിലോട്ട് പോകണം. ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ ആയിരുന്നു. അപ്പൊ ഇത് കള്ളത്തിലില്ല. ഞാൻ ഇത്ര ചോദ്യം കള്ളത്തിലല്ലേ ഇന്ന ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ ഇത്ര ബില്ല് ഇത്രയും ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് യു കെ ഞാനിപ്പോൾ ACP ജോയിൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ സെഡ് യു കെ മൂവ് ലീഗലി. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കുന്നത് ദിസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം സെറ്റ് അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിൻ്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്തത്? എനിക്ക് ബില്ല് തരുന്നില്ല. അത്രേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല? ഓൾറെഡി ഞാനാണ് എഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ബില്ല് കിട്ടുന്നില്ല, ഫയൽ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവരിനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിലിനി മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിന്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അത് എഡിറ്റ് ചെയ്താലും എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു കോപ്പി, അതിന്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു. പിന്നെ ഇപ്പൊ ഇത് കല്യാണി എടുത്തൊരു സീനാണ് അല്ലേ? നമുക്ക് കാണാം കല്യാണി അവരെടുക്കുന്നതാണല്ലോ അവരുടെ കയ്യിലുള്ള. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇവര് ഷൗട്ട് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. ഇപ്പൊ ഇട്ടത് കല്യാണിയാണ്, അല്ലാതെ അവർക്ക് അവിടെ ക്യാമറ കാണും. ഇവര് ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ രേഖ ഹാജരാക്കും. ഇതിപ്പോ കല്യാണി എടുത്ത വീഡിയോ ആണ്. അവരെന്തോ ചെറുതായിട്ട് ചോദിച്ചു, ഫയലൊന്നും ഇവിടെ ഇല്ലെന്ന് അവർ പറയുന്നു. അവിടുത്തെ നേഴ്സോ ആരാണെ പറയുന്നു. പിന്നെ ഇവരിറങ്ങി പോകുന്നു. ഇത്രേ കാണിച്ചുള്ളൂ. ഇത്രേ ഉള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർ നുണയാണ് പറഞ്ഞതെന്ന് തീരുമാനിക്കാം. ഇതല്ലാതെ ഇതിന്റെ ഗ്യാപ്പിൽ ഇടയ്ക്ക് എപ്പോഴേലും ഇവർ ഷൗട്ട് ചെയ്ത് അവിടെ കിടന്ന് ബഹളം വെച്ചോ എന്നൊന്നും അറിയില്ല. സ്വാഭാവികമാണ് ഈ ആൾക്കാർ പൈസ പോയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ട് നശിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളും പോയി നമ്മൾ ഒന്നുകൂടെ മോശാവസ്ഥയിലെത്തിയാൽ തീർച്ചയായിട്ടും ഷൗട്ടൊക്കെ ചെയ്യും. ആരാണ് ചെയ്യാതുള്ളത്?
ഇനി രണ്ടാമത്തെ കാര്യം അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനാണ് ഞാൻ ആ ക്ലിനിക്കിൽ പോയെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് അവരതിൽ പറയുന്നത്, അതായത് എൻ്റെ മുഖത്ത് കുരുവെന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ഇതാണ്. ഞാൻ മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട്, ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫേസിൽ കുരുവോ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഈ ഒരു പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പോൾ 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടുന്തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രായം കൂടി വരുന്നതോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോകില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിൻമെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പോൾ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ച് പോയ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്ത് ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്ത് ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ +2 ടൈമിലും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അവന് പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞിന് പാല് കൊടുക്കുന്ന ടൈമിലൊന്നും ഒരു ക്രീമോ അതായത് പ്രത്യേകിച്ച് ഇതുപോലെ സ്റ്റിറോയിഡുകളൊന്നും അത് തൊട്ട് പോലും നോക്കില്ല. ആ ടൈമിൽ പോലും എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പാട് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടോ മറ്റ് കാരണങ്ങളാലോ വന്നതല്ല, ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന പാടല്ല അത്. അതെൻ്റെ അച്ഛൻ ഉണ്ടായതുകൊണ്ടും അച്ഛൻ്റെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് എനിക്ക് വന്ന പാടാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും ഈ ക്ലിനിക്കുകാർക്ക് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ടോ? തൃശ്ശൂർ ജില്ലയുണ്ട്, അവിടെ സംയുക്ത വർമ്മയും മഞ്ജു വാര്യരൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ പോകുന്നതുകൊണ്ട് ഈ ക്ലിനിക്ക് അത്ര നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ ഒരു കാര്യമില്ല. അവരൊക്കെ സംയുക്ത വർമ്മ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു, അതുകൂടെ ഇനി ചേർക്കുന്നില്ല, ലോങ് വീഡിയോ ആവുന്നതുകൊണ്ട്. ആ ഇന്റർവ്യൂവിൽ സംയുക്ത വർമ്മ പറയുന്നത്, ആ ഡോക്ടർ ഉണ്ടല്ലോ, ഈ ക്ലിനിക്കിലെ ഡോക്ടറെ അമ്മയായിട്ട് നേരത്തെ തൊട്ടേ പരിചയമുണ്ട്, ഈ കുട്ടി ഈ ഡോക്ടറുമായിട്ടും പരിചയമുണ്ട്. അപ്പം ആ പെൺകുട്ടി, ആ ഡോക്ടർക്ക് ഇതൊരു പാഷനാണ്, പൈസയ്ക്ക് വേണ്ടിയല്ല. അവിടെ ആര് എന്ത് ഇതിന് ചെന്നാലും അത് ചെയ്യണ്ട, നിങ്ങൾ അതിന് കാശ് കളയണ്ട, പൊക്കോ എന്ന് പറയുന്നത്. അപ്പോൾ സംയുക്ത ഇങ്ങനെ ഇരുന്ന ഇവിടെ ബിസിനസ് നടക്കാനാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല ഡോക്ടറാന്നുള്ള രീതിയിൽ സംയുക്ത വർമ്മ പറയുന്നുണ്ട്. പക്ഷെ കമന്റ് ബോക്സിലൊക്കെ പണി കിട്ടിയൊരു അതേ രീതിക്ക് കമന്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കൊളാബ് ചോദിച്ചെന്നും പറഞ്ഞുള്ള എൻ്റെ മറുപടി. അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തിട്ടാണ് കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ 2ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് അവർ നൽകാത്തതിന്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെന്റും കൊടുത്ത് എല്ലാം കൊടുത്ത് അവർ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇവൻ ഞാൻ അങ്ങനെ ബില്ല് താന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവർ എന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പോൾ ഞാൻ ഓക്കെ പറയും. പക്ഷേ ബില്ല് അയച്ചോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറുടെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവർ ഇത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവർ എനിക്ക് തരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ 2ാമത്തെ തവണ വിസിറ്റ് ചെയ്ത് ഞാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എൻ്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ അവർ വാട്സപ്പിൽ അയക്കാന്ന് പറയുന്ന വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൊളാബ് തരാത്തതിന്റെ ദേഷ്യത്തിൽ 8 മാസം അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷേ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളം ചെന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് വരെ
ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവർ അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTVയും എല്ലാം ഉള്ള ക്ലിനിക്കല്ലേ, അപ്പോൾ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന്. പറയുന്നത് അവർ പറയുന്നത് എന്തിന് ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ഞാൻ എന്തിന് 8 മാസം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ 6.5 മാസമേ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തിന് ഇത്രയും സമയം ഞാൻ അവിടെ പോയി? നിങ്ങൾ ആലോചിക്കണം, ഇവിടുന്ന് 10-75 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മെനക്കെട്ട് അവിടെ എന്തിന് പോയി എന്ന് ചോദിച്ചാൽ നമ്മളോട് തുടക്ക സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കരുത് കല്യാണി, ഇതിന് സമയം എടുക്കും. കാരണം പണ്ട് മുതലേ ഉള്ള സാധനമല്ലേ, പിന്നെ പേരൻസിനും ഉണ്ടായതുകൊണ്ട് അതായത് അച്ഛനും ഉണ്ടായതുകൊണ്ട് അതിന്റെ സമയം എടുക്കും നമ്മളോട് പറഞ്ഞുകൊണ്ട് എനിക്കത് ഭയങ്കര കൺവിൻസ് ആയിരുന്നു. ഓക്കെ, ടൈം എടുത്താലും സാരല്ലേ, ഇനിയിപ്പം ഇത് മാറുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇനി ഇതിങ്ങനെ തെളിഞ്ഞു വരില്ലല്ലോ, അച്ഛൻ്റെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. ഇപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ തന്നെ എൻ്റെ ഒരു 4-5 മാസം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല, മാത്രമല്ല എൻ്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അത് മാം ഈ പാട് മാറാത്തത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും, അപ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് വെച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എൻ്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്കിങ്ങനെ രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു, അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അവർക്ക് ഞാൻ എന്നിട്ട് എൻ്റെ കൺസേൺ ആയിട്ട് അയച്ചതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട് ഇങ്ങനെ കട്ട പിടിച്ച്, മരുന്നാണോ ഇനി ബ്ലഡ് ആണോ എന്നറിയില്ല, നല്ല വേദനയും നീരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവർ ഈ ഒരു ക്രീം ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്കിത് മസാജ് ചെയ്തിട്ടും കുറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയുമാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ഇത് മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പോൾ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളൊന്നും അല്ല, ഇതുപോലെ നമ്മുടെ പിഗ്മെന്റേഷൻ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്, തേക്കുമ്പോൾ ആദ്യം ഒന്ന് ഡാർക്ക് ആവും, പിന്നെ ആയിരിക്കും നമുക്ക് ഈ പാടൊക്കെ മങ്ങാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. ഓരോ തവണയും അവർ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് ഓക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര മോശമാവാൻ തുടങ്ങി. ഇവിടെ എല്ലാം ഇങ്ങനെ പാടും, ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുകുരു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ പാട് വരാൻ തുടങ്ങി. എനിക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ്. അപ്പോഴും ഞാനിങ്ങനെ ഇതിൻ്റെ കാരണമാണ് എന്നുള്ള ചിന്ത എനിക്ക് പോകുന്നില്ല. ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുകുരു വന്നായിരിക്കും ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ, അതായത് സീറ്ററിനും എല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ എല്ലാം അങ്ങ് പോയി, ആ ഒരു വന്ന സംഭവങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് പതുക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും മാസം ഇത്രയും കാശ്, നല്ല രീതിക്ക് കാശായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ഇങ്ങനെ എന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിനിക്കിൽ ചെല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതുകൊണ്ട് രണ്ടാമത് എടുത്ത് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, 12:50 അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു സമയം ആയപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം ഇവിടെ വരെ എനിക്കൊരു ഷെയ്ഡായി, കാരണം ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞ പോലെ കറക്റ്റ് 1 മാസം കുറച്ച് നാളും കൂടെ ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാസം കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വർക്കാവില്ല എന്നുള്ള കാര്യം ഓൾറെഡി മനസ്സിലാവാൻ തുടങ്ങി. തുടങ്ങിയെന്നല്ല, നമുക്കറിയാലോ ഇത്രയും നാളും ഞാൻ ആ സമയം എൻ്റെ ഇത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ബ്രൈറ്റനിങ് ക്രീം പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളാണ് കല്യാണി. പ്രൊമോട്ട് ചെയ്ത് അവിടം വെളുക്കും, അങ്ങനെ തേച്ചോ ഇങ്ങനെ തേച്ചോ എന്നും പറഞ്ഞ പ്രൊമോഷൻ മുഴുവൻ നേരം വെളുത്തിട്ട് പാറട്ടെന്നും പറഞ്ഞുള്ള ക്രീമെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കല്യാണിക്ക് അവസാനം അവരിങ്ങനൊരു പണി കൊടുത്തല്ലോ എന്നാ സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. എന്തോരം കാശ് അവർ മേടിച്ചെടുത്തൊന്നും അല്ലേ, അതിനുപരി കവിളൊക്കെ ഒരു പരുവാക്കി കൊടുത്തു. അതാണ് ഇവരുടെ ഫാൻസ് ഉണ്ടല്ലോ, ഇവരുടെ സ്ഥിരം വീഡിയോ കാണുന്നവർ, അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ ഇനി പ്രഗ്നന്റ് ആണോ അതോ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തിട്ടാണോ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞുള്ള ചോദ്യമായിരുന്നു. അതിനൊന്നും കല്യാണി മറുപടി പറഞ്ഞില്ല. ഇവിടം തൊട്ട് വേറെ നിറമാകുകയും കറക്കുകയും ഒക്കെ ചെയ്ത് ജനം അതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തത്. അപ്പം ഇവരൊരു പുലിയാണ്, ഇവരെക്കാട്ടും വലിയ പുലി എന്ന് പറയാം അവര്. കാരണം ഇവര് ഈ പ്രൊമോഷൻ മുഴുവൻ എല്ലാ ബ്രൈറ്റനിങ് ക്രീമിന്റെ അകത്ത് ഒരു പരസ്യവാചകം പിഗ്മെന്റേഷൻ പോകുന്നുള്ള, അതായത് കരിമംഗല്യം പോകുന്നുള്ള. ഈ കരിമംഗല്യക്കാരിയാണ് ഈ കുട്ടി കല്യാണി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യമായിട്ടാകാം. പിന്നെ നമുക്ക് കരളിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കറുപ്പിങ്ങനെ വരാറുണ്ട്. എന്താണേലും കല്യാണി ആൾക്കാരെ ഈ പല കാര്യങ്ങളും ഒരു സത്യവും ഇല്ലാതെ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ, പറയാതിരിക്കുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ പറ്റിച്ച കല്യാണിയെ ഇവര് നല്ലവണ്ണം അങ്ങ് പറ്റിച്ചു. ലക്ഷങ്ങളാണ് പോയിരിക്കുന്നത്. ഇപ്പൊ 2 കൂട്ടരും തമ്മിൽ നല്ല കേസുണ്ട്. ഇനി കേസൊക്കെ നടക്കട്ടെ. ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിനിക്കുകളെ ഇപ്പൊ കൂണ് പോലെ മുളച്ചിട്ടുണ്ട് കേരളത്തില്. ഒത്തിരി ക്ലിനിക്ക് ഈ മൈക്രോ ബ്ലീഡിങ്, ബി ബി ഗ്ലോ എന്നൊക്കെ പറയുന്നത് ഡോക്ടർമാർ തന്നെ പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലോട്ട് എന്തോ ഒരു ക്രീം തന്നെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ വെക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും, നിറം കിട്ടും. രേണുസുതിയൊക്കെ അതാ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യരുതെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു ഡോക്ടർ ചെയ്യുന്ന. അങ്ങനെ ഇപ്പൊ സൗന്ദര്യം പിന്നെ
ഡോക്ടർ വരുൺകുമാർ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ കണ്ണിന്റെ താഴെ വരുന്ന ഒരു ബാഗ് പോലെയുള്ള ഒരു ഇതുണ്ടല്ലോ, കണ്ണ് താഴെ, അത് എടുത്ത് കളഞ്ഞ സർവ്വ ആൾക്കാർക്കും പ്രായം കുറയുമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് ശരിയാണ്. ശ്രീകണ്ഠൻ നായരെയാണ് പുള്ളി പറയാറുള്ളത്. ശ്രീകണ്ഠൻ നായർ അതെടുത്ത് കളഞ്ഞ, ശ്രീകണ്ഠൻ നായർ ഭയങ്കര ഊർജ്ജസ്വലനായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ മുഖത്ത് കണ്ണ് കാണാനില്ല. അപ്പൊ കണ്ണിന്റെ ഈ ബാഗ് എടുത്തു കളഞ്ഞാൽ മതി. ഇപ്പൊ കേരളത്തിൽ അത് സുലഭം. ഒത്തിരി പേര് ഇൻസ്റ്റയില് ബ്യൂട്ടീഷ്യന്മാരായിട്ടുള്ളവരൊക്കെ ഈ ബാഗ് എടുത്ത് കളയുന്നുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ശകലം ഫാറ്റ് അടിഞ്ഞു കൂടുമല്ലോ, ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുള്ള സംഭവമാണ് ഈ പറയുന്നത്. അങ്ങനെ പ്രായം തോന്നിക്കുകയല്ലാത്ത ഒരു രീതിയുണ്ട്. പിന്നെ ഞാനിപ്പോ നിങ്ങളെ ഈ വീഡിയോ കല്യാണിയുടെ വീഡിയോ ആയിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കൊക്കെ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടി പറയാം. വരുൺകുമാറിനെ കഴിഞ്ഞ ദിവസം ഡെന്റിസ്റ്റ് ആണെന്നാ പറയുന്നത്. പക്ഷെ പുള്ളി ചെയ്യുന്നത് ഡെന്റിസ്റ്റ് അല്ല, കംപ്ലീറ്റ് സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ജനം ക്യൂ ആണ്. ഇതിനൊക്കെ മേടിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ്. പിന്നെ അവരൊക്കെ ലക്ഷങ്ങൾ മേടിക്കുന്നതിൽ നമ്മളൊന്നും പറയാനില്ല. അങ്ങോട്ട് ചെന്ന് കൊടുക്കാൻ നിൽക്കുന്ന ഈ പൈസ ഉള്ളവർക്ക് സൗന്ദര്യം പോയ വർഷങ്ങൾ പ്രായം ഒന്ന് പുറകോട്ട് പിടിക്കാൻ വേണ്ടി എത്ര ലക്ഷം വേണേലും കൊടുക്കും. ഇപ്പൊ കല്യാണിക്ക് തന്നെ ഈ ഒരു ചെറിയ കറുത്ത പാട് വരുന്നതിനാണ് കല്യാണി കൊണ്ട് ലക്ഷങ്ങൾ കൊടുത്തത്. അതേപോലെ വരുൺ നമ്പ്യാര് കൊച്ചിയിലെ സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ വരുൺ നമ്പ്യാർക്ക് അല്ല പറയാ, നിങ്ങൾ എന്നായി നോക്കുന്നത്? ഒരു സംഭവമില്ല. ഞാൻ നല്ല പഴംപൊരിയും ചായയും കഴിച്ചു നിൽക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇങ്ങോട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തു. ഇതിപ്പം ഞാൻ മോഹൻലാലിനെയും കാട്ടിയും ഫേമസ് ആണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഒരു മുൻകൂർ ജാമ്യം എടുത്തതിൻ്റെതാണ് ഈ കാണുന്ന ന്യൂസ് മൊത്തം ഉള്ളത്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഇവിടെ ഭയങ്കരമായ സംഭവങ്ങൾ നടന്നു എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. കോടതിയിൽ പോയിട്ട് ജാമ്യം എടുക്കണം എന്നുള്ളത്. അതിനാണ് ഈ കാണുന്ന കോപ്പൊക്കെ. എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ വളരെ സന്തോഷവാനായിട്ടുണ്ട്. ഞാൻ വളരെ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇത്തിരി ഈ ഡോക്ടർ ഇന്നാളൊരിക്കൽ ഒരു വീഡിയോ പുള്ളിയുടെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ, അതിൻ്റെ ഇട്ടിരുന്നു. എന്തോ വധഭീഷണി ഉണ്ടെന്നോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ആ കേസ് തന്നെയാണോ ഇതെന്നറിയില്ല. എന്താണേലും ഒരു കേസ് വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പൊ കൂളാണ്. പുള്ളിയെ മുൻകൂർ ജാമ്യം എടുത്തുള്ളൂ. മോഹൻലാലിനെക്കാട്ടും ഫേമസ്. ഒരു പരിധിവരെ സത്യമാണ് കേട്ടോ. ഈ സൗന്ദര്യത്തിന്റെ പുറകെ ജനങ്ങൾ പോകുന്നത്. അവരുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഏതായാലും അവര് യുദ്ധം നടത്തട്ടെ, അതേ പറയാൻ പറ്റുള്ളൂ. ആരെയും നമുക്ക് സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം ആ ക്ലിനിക്കിനെതിരെ ഒത്തിരി കമന്റ് ഉണ്ട്. പക്ഷേ സംയുക്ത വർമ്മ അതുപോലുള്ള സിനിമാക്കാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ആ പെൺകുട്ടി ഡോക്ടർ ഒരു പൈസ പോലും മേടിക്കാതെ ഒരു സേവനം പോലെ അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് ഉപയോഗിക്കുകയാണെന്നാണ് അവരൊക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.